അഡ്വാൻസ് ബുക്കിംഗിൽ വലിയ കുതിപ്പ് നടത്തി മുന്നേറുകയാണ് മമ്മൂക്കയുടെ കളങ്കാവൽ. റിലീസിന് ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ ഇതുവരെ പ്രീസെയിൽ 2 കോടിയോളം ആയി കഴിഞ്ഞു. അവസാനം ഇറങ്ങിയ മമ്മൂക്ക സിനിമകൾക്കൊന്നും നേടാൻ കഴിയാത്ത തരത്തിലുള്ള ബുക്കിംഗ് ആണ് കളങ്കാവൽ നേടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ തന്നെ 2025 ഏറ്റവും വലിയ 3ാമത്തെ പ്രീസെയിൽ നേടിക്കൊണ്ടാണ് കളങ്കാവൽ മുന്നേറുന്നത്. വലിയ ഹൈപ്പില്ലാതെ ചെറിയ റിലീസിലെത്തുന്ന ഒരു ചെറിയ സിനിമയാണ് കളങ്കാവൽ. എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് നിലവിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. 8 മാസങ്ങൾക്ക് ശേഷം റിലീസാവുന്ന മമ്മൂക്ക ചിത്രമെന്ന വിശേഷമാണ് കളങ്കാവലിനെ ഏറ്റവും സ്പെഷ്യൽ ആക്കുന്നത്. അതുപോലെ സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്നത് പ്രതിനായക വേഷമാണെന്ന കാര്യവുമൊക്കെ സിനിമയുടെ ഹൈപ്പ് കൂട്ടുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത നിരവധി ചിത്രങ്ങളിൽ ഒരു ചിത്രം ഒഴികെ ബാക്കിയെല്ലാം മികച്ച ചിത്രങ്ങളാണ് മമ്മൂട്ടി കമ്പനി നൽകിയത്. അങ്ങനെയുള്ള മമ്മൂട്ടി കമ്പനിയാണ് കളങ്കാവലിന്റെ പ്രൊഡക്ഷൻ ഭാഗത്തുള്ളത്. ജിതിൻ കെ ജോസ് ആണെങ്കിൽ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമാണ്. സിനിമയുടേതായി റിലീസ് ചെയ്തിട്ടുള്ള ടീസറുകളാണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ ഗംഭീര നിലവാരം പുലർത്തുന്നവയാണ്. ഇതെല്ലാം കളങ്കാവലിന് പ്രേക്ഷകർക്കിടയിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയ്ക്ക് വേണ്ടി വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊമോഷൻ രീതികളാണ് മമ്മൂട്ടി കമ്പനി നൽകുന്നത്. ഇതെല്ലാം ബുക്കിംഗിൽ കറക്റ്റായിട്ട് റിഫ്ലക്ട് ആവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബുക്കിംഗ് വളരെ നേരത്തെ ആരംഭിച്ചതും. സ്വതവേ മമ്മൂക്ക സിനിമകൾക്ക് അങ്ങനെ ബുക്കിംഗ് ഒന്നും നേരത്തെ ആരംഭിക്കാറില്ല. ഇത്തവണ എന്തായാലും കളങ്കാവൽ ഏതാണ്ട് 5 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബുക്കിംഗ് ആരംഭിച്ചു. ഇതെല്ലാം സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. വലിയ റിലീസാണ് ഓവർസീസ് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ കളങ്കാവലിന് ലഭിക്കുന്നത്. സിനിമയുടെ റിപ്പോർട്ട് എന്താണോ അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാൻ കെൽപ്പുള്ള ചിത്രമായി കളങ്കാവൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. മമ്മൂക്കയുടെ കരിയറിലെ വലിയ ഹിറ്റായി കളങ്കാവൽ മാറാനുള്ള വലിയ സാധ്യതയുണ്ട്. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി ചിത്രമായി കളങ്കാവൽ മാറുമെന്ന് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്തായാലും നിറവേറട്ടെ.